അസാമാന്യമായ ഒരു തിരിച്ചുവരവ് അങ്ങനെ വേണം ഈ ഗെയിമിനെ വിശേഷിപ്പിക്കാൻ. 2014 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഗെയിം 3 ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2013 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആനന്ദ് കൈവിട്ടപ്പോൾ കാൾസൺ പോലും വിചാരിച്ചു കാണില്ല മറ്റൊരു കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ്, അതും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിനെതിരെ ജയിച്ച് ആനന്ദ് തന്നെ അടുത്ത വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചാലഞ്ചറായി വരുമെന്ന്. സോച്ചി റഷ്യയിൽ വെച്ച് നടന്ന ഈ ചാമ്പ്യൻഷിപ്പ് ചെസ് ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചതാണ്. 1980 കാസ്പറോവും കാർപ്പോവും തമ്മിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ശേഷം ഒരേ എതിരാളികൾ 2 കണ്ടിന്യൂസ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവെക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈ ഗെയിം നടക്കുന്നതിന് മുമ്പ് കാൾസൺ 1.5 പോയിന്റുമായിട്ട് മുന്നിലാണ്. ആനന്ദ് 1/2 പോയിന്റേ ഉള്ളൂ. ഇവിടെ 1 പോയിന്റ് പിന്നിലാണ് ആനന്ദ്. കാൾസൺ ഇവിടെ 1 പോയിന്റ് ലീഡുണ്ട്. അപ്പോൾ ആനന്ദിന് ഈ ചാമ്പ്യൻഷിപ്പിൽ തിരിച്ചു വരണമെങ്കിൽ ജയിച്ചേ പറ്റൂ. അപ്പോൾ ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. ടൂർണമെൻറ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. ഇവിടെ ആനന്ദാണ് വൈറ്റ് കളിക്കുന്നത്, കാൾസനാണ് ബ്ലാക്ക് കളിക്കുന്നത്. ആനന്ദ് ഇവിടെ D4 വെച്ച് കളി തുടങ്ങുന്നു. നൈറ്റ് F6 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ E4 തടുക്കാനാണ്. C4 E6. അപ്പോൾ ഇവിടെ നൈറ്റ് C3 വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് B4 ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിംസോ ഇന്ത്യൻ ഡിഫൻസിലോട്ട് പോകും. പകരം ആനന്ദ് നൈറ്റ് F3 കളിക്കുന്നു. D5 കളിച്ച് സെൻട്രൽ സ്ട്രൈക്ക് ചെയ്യണു. നൈറ്റ് C3 2 നൈറ്റുകളെയും പുറത്തിറക്കി. ബിഷപ്പ് E7. അപ്പോൾ കാസ്ൽ ചെയ്യാനാണ് ഇവിടെ കാൾസൻ്റെ ഉദ്ദേശം. ഇവിടെ ആനന്ദ് ബിഷപ്പിനെ F4ലേക്ക് കളിക്കുന്നു. അപ്പോൾ ഇവിടെ E3 കളിച്ച് ഈ ബിഷപ്പിനെ ഫ്രീ ആക്കുന്നതിന് പകരം ആദ്യം ഈ ബിഷപ്പിനെ പുറത്തിറക്കാൻ വേണ്ടി ബിഷപ്പ് F4 കളിക്കുന്നു. കാൾസൺ എന്തായാലും ക്യാൻസൽ ചെയ്യുന്നു. ആനന്ദ് E3 കളിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ബിഷപ്പ് ഇവിടെ പുറത്തിറങ്ങി. ഇനി വേണമെങ്കിൽ ഈ ബിഷപ്പിന് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റും. നൈറ്റ് B7, C5. വളരെ രസകരമായൊരു മൂവാണ്. ക്യൂൺ സൈഡിൽ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുക, B4 ഒക്കെ വെച്ച് കളിച്ച് ക്യൂൺ സൈഡിൽ എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് ആനന്ദിൻ്റെ ഉദ്ദേശം. C6 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു പോണിനെ പതുക്കെ ചലഞ്ച് ചെയ്യാനാണ് ഇവിടെ കാൾസൻ്റെ ഉദ്ദേശം. അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുന്നതിനൊപ്പം ഈ ഒരു ബിഷപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ ലോക്കായി കിടക്കുകയാണ്. ആ ബിഷപ്പിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിക്കാനും കൂടെയാണ് ഇപ്പോൾ B6 ഒക്കെ കളിച്ചിട്ട് ഒരു പക്ഷേ ഈ വൈറ്റിൻ്റെ ഈ ഒരു നല്ല ബിഷപ്പിന് ഈ ഒരു ബ്ലാക്കിൻ്റെ മോശം ബിഷപ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രേഡാണ് ഇവിടെ കാൾസൺ മുൻകൂട്ടി കാണുന്നത്. ബിഷപ്പ് D3 കളിക്കുന്നു. B6 കളിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുന്നു. B4 കളിച്ച് ആനന്ദ് ആ പോണിലേക്ക് ഹോൾഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. A5. ഇപ്പോൾ വീണ്ടും പ്രഷർ ഇവിടെ B4ലേക്കാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കണില്ല. ഇവിടുത്തെ പ്രഷർ പോയിന്റ് ഈ C5 ആണ്. C5 വിട്ടുകൊടുക്കാൻ ആനന്ദ് ഒട്ടും റെഡിയല്ല. A3 കളിച്ച് വീണ്ടും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. നേരത്തെ കാണിച്ച പോലെ ബിഷപ്പ് A6. അപ്പോൾ വീക്കായിട്ടുള്ള ആ ബിഷപ്പിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ആനന്ദിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ബിഷപ്പായിട്ട് ട്രേഡ് ഓഫ് ചെയ്യാൻ ഇതാണ് കാൾസൻ്റെ ഉദ്ദേശം. എന്തായാലും എലിമിനേറ്റ് ചെയ്തു, തിരിച്ചു വെട്ടി. ഇവിടെ ആനന്ദ് വളരെ രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവ് കളിക്കുകയാണ്. ഒരു ബ്രില്യൻ പോൺ സാക്രിഫൈസ്, പോൺ ടു B5. അപ്പോൾ ഒന്ന് റൂക്കിലേക്കും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, ആ പോണിലേക്കും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോൺ വെച്ച് പോണിനെ എടുത്തു. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരോട് ചിന്തിക്കും നൈറ്റ് വെച്ച് ആ പോണിനെ എടുത്ത് നൈറ്റ് നല്ലൊരു സ്ക്വയർ കിട്ടും. പക്ഷെ ആനന്ദിൻ്റെ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. C6 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ ചലഞ്ച് ചെയ്യുക. അതും മാത്രമല്ല, ഇപ്പോൾ ഈ നൈറ്റ് ഓടിപ്പോകാൻ വേണം, അടുത്ത മൂവായിട്ട് C7 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ടെമ്പോ ആണ് ആക്ച്വലി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ C7 വന്നിട്ട് ആനന്ദ് എന്തായാലും ജയിക്കും. പക്ഷേ ഇങ്ങനെ ഒരു മൂവ് എന്തായാലും കാൾസൺ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂൺ C8 എന്നൊരു മൂവ് കളിക്കുകയാണ്. വളരെ കൂളായിട്ട് കളിക്കുകയാണ്. ഇവിടെ ചാടിക്കയറി വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വിത്ത് ചെക്ക് വരും. ക്യൂൺ ടേക്ക് C3 ചെക്ക് വരും. അപ്പോൾ ഈ ചെക്ക് ഇവിടെ ക്യൂൺ വെച്ച് മറക്കാൻ പറ്റില്ല. കാരണം എന്താണ്, റൂക്ക് ഇവിടെ പോകും. ഇനി നൈറ്റ് വെച്ചൊക്കെ മറിച്ച് കഴിയുമ്പോൾ ഇവിടെ വേണമെങ്കിൽ ബിഷപ്പ് ഇൻറ്റു A3 ഒക്കെ കളിച്ചപ്പോൾ ഓൾറെഡി ഇവിടെ ഒരുപാട് പോൺ മെജോറിറ്റി ഇവിടെ കാൾസൺ ഉണ്ട്. അപ്പോൾ ഈ പൊസിഷൻ ഇവിടെ കാൾസൺ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ നൈറ്റിനെ ഒന്നും എടുക്കാതെ ആനന്ദ് കളിക്കുന്നത് വെറും 14ാമത്തെ മൂവിൽ പോണിനെ C7ലേക്ക് കൊണ്ടുവന്നിട്ട് 7th റാങ്കിലേക്ക് ആനന്ദ് തന്നെ പോണിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു പോൺ സാക്രിഫൈസ് അവിടെ നടന്നെങ്കിലും 7th റാങ്കിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ബിഷപ്പിൻ്റെ പ്രൊട്ടക്ഷനോടെ അവിടെ ഒരു പോൺ എത്തിക്കഴിഞ്ഞു. പോൺ B4 കളിച്ച് കൗണ്ടർ പ്ലേ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇവിടെ കാൾസൺ. ആനന്ദ് നൈറ്റിന് B5ലേക്ക് കളിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെയൊന്ന് ചാടിക്കയറി എടുത്തു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ആക്റ്റീവ് ആവും, ഇവിടെ കൂടുതൽ പണിയാവും. പക്ഷെ അതുകൊണ്ട് അതിലേക്കൊന്നും ആനന്ദ് വീഴുന്നില്ല. ആനന്ദ് നൈറ്റ് B5 കളിച്ചിട്ട് C7ലേക്ക് ഇപ്പോൾ 2 രീതിയിൽ പ്രൊട്ടക്ഷനായി. ഇവിടെ A4 എന്നുള്ള മൂവ് ഇവിടെ കാൾസൺ കളിക്കണം. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്ദേശം? ഒരു റാൻഡം മൂവ് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ H6 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആനന്ദ് തന്നെ A4 കളിച്ച് ഇപ്പോൾ ഈ നൈറ്റിനെ അവിടെ അങ്ങ് സിമെൻറ്റ് ചെയ്തിടും. ഈ നൈറ്റിനെ എന്ത് ചെയ്താലും അവിടെ നിന്ന് ഓടിച്ചു വിടാൻ പറ്റില്ല. C7ലേക്കുള്ള പ്രഷർ കൂടുതൽ ഇവിടെ ആനന്ദ് ചെലുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് H6 ഉള്ള മൂവല്ല റാൻഡം മൂവിനൊക്കെ പകരം
കാൾസൺ തന്നെ A4 കളിച്ച് ആ മൂവ് ഒഴിവാക്കിയത്. അത് മാത്രമല്ല, വേണമെങ്കിൽ റൂക്ക് A5 കളിച്ച് ഈ നൈറ്റിനെ ഓടിച്ചു വിടാം. റൂക്കിനെ ഇവിടെ C1 കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ മൂവും ഈ ഒരു C7 പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനാണ്. അത് മാത്രമല്ല, തക്കമായ അവസരത്തിൽ നൈറ്റിന് D6 കളിച്ചിട്ട് ക്യൂവിനെ ഓടിച്ചു വിടുക, പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഐഡിയ. പക്ഷെ തൽക്കാലം ഈ ബിഷപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈസിലി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. തൽക്കാലം C7 പ്രൊട്ടക്ഷൻ കൂട്ടി വരുന്നു. നൈറ്റിനെ ഇവിടെ E4 കൊണ്ടുവരുന്നു. അപ്പോൾ ഐഡിയ എത്രയേ ഉള്ളൂ, നൈറ്റ് ഇപ്പോൾ ചാടിക്കയറി D6 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നൈറ്റും ഈ ബിഷപ്പും കൂടെയും D6 കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വൈറ്റ് കളിക്കും. കാരണം ആ ഒരു ക്യൂവിൻ്റെ ഫയലിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇത് ഒരു പാസ് പോൺ ആവുകയും ചെയ്യും. ഇപ്പോൾ വളരെ സ്ട്രോങ് അറ്റാക്കാണ് ഇവിടെ ആനന്ദ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നൈറ്റിനെ ഇവിടെ E4 കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ക്വയർ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ആനന്ദ് മറ്റൊരു ബ്രില്യൻ സാക്രിഫൈസ് പോലത്തെ ഒരു മൂവ് കളിക്കുകയാണ്. നൈറ്റ് G5 കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പീസ് കൊടുക്കുന്ന പോലെയാവും. ഇവിടെ നൈറ്റ് വെച്ചെടുത്തു, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തു, തിരികെ എടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പീസ് അഡ്വാൻറ്റേജ് ഒക്കെ വരുന്ന പോലെ തോന്നാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്, നൈറ്റ് D6 എന്ന് പറഞ്ഞ മൂവ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യൂവിന് ഇവിടെ നിന്ന് മാറുകയും ചെയ്യും, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു നൈറ്റ് G5 ശേഷം നൈറ്റ് വെച്ച് വെട്ടുന്നത് കുറച്ച് പണിയാണെന്ന് തോന്നി. ഇനി ഗെയിമിൽ നൈറ്റ് F6 ആണ് കളിച്ചിരുന്നതെങ്കിലും ഇനി ഈ ബിഷപ്പ് വെച്ച് വെട്ടിയാലോ. ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കും, നൈറ്റ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നൈറ്റ് D6 വരും. അപ്പോൾ നൈറ്റ് വെച്ച് വെട്ടിയാലും ബിഷപ്പ് വെച്ച് വെട്ടിയാലും എന്ത് വെച്ച് വെട്ടിയാലും ഇവിടെ പണിയാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ്, ഈ ഒരു D6 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്ന ഈ നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാക്രിഫൈസ് ഇവിടെ ആനന്ദ് കളിക്കുന്നത്. ഇവിടുത്തെ ബിഷപ്പ് വെച്ച് വെട്ടിയിട്ടും കാര്യമില്ല, നൈറ്റ് വെച്ച് വെട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ നൈറ്റ് ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് മറ്റേ നൈറ്റിനെ ഇവിടെ F6 കൊണ്ടുവരുന്നു. ഇനി എന്ത് ചെയ്യും ആനന്ദ് എന്നുള്ള രീതിയിൽ. പക്ഷേ ആനന്ദിന് ഇതിനുള്ള റെസ്പോൺസ് എല്ലാം ഉണ്ട്. നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. ഇവിടെ വേണമെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടാം, അല്ലെങ്കിൽ ഈ നൈറ്റ് വെച്ച് വെട്ടാം. കാൾസൺ നൈറ്റ് വെച്ചാണ് വെട്ടുന്നത്. ഈ ഒരു സ്ക്വയർ വീണ്ടും കൺട്രോൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ D6 വന്നാൽ പണിയാണെന്ന് അറിയാം. ആനന്ദ് F3 കളിച്ചിട്ട് ഈ ഒരു പ്രശ്നക്കാരനായ നൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയർ ഡിഫെൻഡ് ചെയ്യുന്ന നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചെക്കിനൊന്നും പേടിയില്ല. കാരണം G3 എന്തെങ്കിലും കളിച്ച് തൽക്കാലം ആനന്ദിൻ്റെ കിങ്ങിനെതിരെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഓപ്പൺ ആണെന്ന് തോന്നിയാലും. അപ്പോൾ ഈ നൈറ്റ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ D6 വരും, ബിഷപ്പും ഇവിടേക്ക് വരും, കൂടുതൽ നല്ല അറ്റാക്കിംഗ് പോസിബിലിറ്റീസ് കിട്ടും. അപ്പോൾ ഈ നൈറ്റ് ഇവിടെ തന്നെ ഇരിക്കണം. പകരം റൂക്ക് A5 കളിച്ച് ആനന്ദിൻ്റെ ഈ നൈറ്റിനെ ചലഞ്ച് ചെയ്യുകയാണ് ഇവിടെ കാൾസൺ. എന്തായാലും ഈ നൈറ്റിനെ വെട്ടിയെടുത്തി, തിരിച്ച് കാൾസൺ തിരിച്ചു വെട്ടി. അപ്പോൾ പ്രശ്നക്കാരനായ ഒരു നൈറ്റ് ഒഴിവായി. പക്ഷെ കളി ക്യൂനിൻ്റെ A4, ആ റൂക്ക് അവിടെ നിന്ന് മാറിയോടെ ഈ പോണിൻ്റെ പ്രൊട്ടക്ഷൻ പോയി, ക്യൂനും കളിയിലേക്ക് വന്നു. റൂക്കിനെ A5 കളിക്കണം, ക്യൂവിനെ C6 കളിക്കണം. ഇപ്പോഴും C7 തൊടാനൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ ബിഷപ്പും ക്യൂനും റൂക്കും എല്ലാം കൂടെയും ആ ഒരു C7 പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പോൺ വെച്ചെടുക്കണം. ഇപ്പോൾ ഈ പോൺ കുറച്ച് അപകടകരമാണെന്നൊക്കെ തോന്നാം, പക്ഷെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആനന്ദിന് ജസ്റ്റ് പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, റൂക്ക് വെച്ച് വെട്ടുന്നു. ഇപ്പോൾ ഈ പോണിനെ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു ബിഷപ്പ് വെച്ചിട്ട്. ക്യൂൺ ടേക്സ് B6 കളിക്കണം. അപ്പോൾ ഒരുപാട് ത്രെട്ടുകളുണ്ട് ഇവിടെ. ഒന്ന് ക്യാൻസൽ ചെയ്യുക, ഈ റൂക്കുകളെ തമ്മിൽ ഡബിൾ ചെയ്യുക, ഈ ഒരു C7 കൂടുതൽ പ്രഷർ കൊടുക്കുക, അവസാനം ഇതുപോലത്തെ ഒരു ക്യൂൻ B8. അപ്പോൾ ഈ ഒരു ത്രെട്ട് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ ക്യൂവിനെ അവിടെ നിന്ന് മാറി. ഇപ്പോൾ ഐഡിയ റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. തൽക്കാലം അവസാനം ഇവിടെ ക്യൂവിനെ പുറത്തിറങ്ങാൻ പറ്റി കാൾസിന്. ആനന്ദ് ഇവിടെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു, റൂക്ക് C8 കൊണ്ടുവരുന്നു, റൂക്ക് C6. അപ്പോൾ ഐഡിയ വളരെ വ്യക്തമാണ്. ഇനി ഈ റൂക്കിനെയും കൂടെ ഈ ഫയലിലേക്ക് കൊണ്ടുവരിക, എല്ലാം കൂടെ C7 പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷൻ. G5. അപ്പോൾ കാൾസൺ ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ഇവിടെ A2 കളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വീക്കായി പോകും. ഇനി വേറെ ഒന്നും തന്നെ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ പൊസിഷനിൽ ബിഷപ്പ് B4 പോലത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവ് കളിച്ചാലും ഇവിടെ പ്രശ്നമാണ്. G5 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ ചലഞ്ച് ചെയ്യണം. പക്ഷെ ആ ബിഷപ്പ് അവിടെ തന്നെ ഇരിക്കും, G3 കളിക്കും. ഈ ഒരു പോണിനെ അപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ബിഷപ്പ് B4 വരുന്നു. ഐഡിയ ഇപ്പോൾ ക്യൂൻ വെച്ച് ഇതിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ റൂക്ക് ഇവിടെ പോകും, അതിനെ വെറുതെ ഡിഫ്ലക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആനന്ദ് അതിനൊന്നും വീഴുന്നില്ല. ആനന്ദ് റൂക്കിനെ ഇവിടെ A1 കളിക്കണം. ഇനി ഇങ്ങോട്ടുള്ള പുഷ് വേണ്ട, ഞാനത് തടുക്കുമെന്നുള്ള രീതിയിൽ വീണ്ടും ക്യൂവിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഒന്ന് ക്യൂൻ വെച്ച് ഇവിടെ ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല, കാരണം റൂക്ക് അവിടെ ഉണ്ട്. മാത്രമല്ല ഈ ഒരു റൂക്കിൻ്റെ വലയത്തിൽ നിന്ന് മാറുക,
അപ്പോൾ ക്യൂവിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂക്കിനെ എടുക്കാം. ഇതൊക്കെയാണ്. പക്ഷേ ആനന്ദ് വെറുതെ ക്യൂൻ ഇവിടെ A6ലേക്ക് കളിക്കണം. അപ്പോൾ ത്രെട്ടുകൾ പതുക്കെ വരുവാണ്. ഇവിടെ ഒന്ന് ഈ റൂക്കിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ മാറുന്നില്ല. അടുത്തതായിട്ട് ഈ റൂക്കിനെ ഇങ്ങോട്ടും കളിയിലേക്ക് വേണമെന്ന് C7ലേക്കുള്ള പ്രഷർ വീണ്ടും കൂട്ടുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഇനി ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല. ഇവിടെ ബിഷപ്പ് B4 എന്ത് കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ ബിഷപ്പ് B4 കളിച്ചിരുന്നാലും ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. കാരണം വളരെ പതുക്കെ റൂക്ക് B6 കളിക്കാം. ഇതുപോലത്തെ ത്രെട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ C7 പോൺ വളരെ അപകടകാരിയാണെന്ന് ഇവിടെ കാൾസന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ ആ പോണിനെ വെറുതെ നേടിയെന്നൊക്കെ തോന്നാം. കാരണം റൂക്കും ഇവിടെ ബിഷപ്പും ക്യൂനും ഒക്കെ ഉണ്ടല്ലോ, ആ പോണിനെ നേടിയെന്നൊക്കെ തോന്നാം. പക്ഷെ ആനന്ദിന് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ഉണ്ട്, ക്യൂൻ C4. അപ്പോൾ ക്യൂനും റൂക്കും ബിഷപ്പും എല്ലാം കൂടെ ഇവിടെ ഓവർലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ബിഷപ്പിന് ഇവിടെ അനങ്ങാൻ പറ്റില്ല. ബിഷപ്പ് മാറിക്കഴിഞ്ഞാൽ ഈ റൂക്ക് വീഴും, വിത്ത് ചെക്ക് വരും. അപ്പോൾ ഈ ഒരു ഡയഗണൽ, ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ അങ്ങ് അടച്ചു കളയാനാണ് ഇവിടെ നോക്കണത്. പക്ഷേ വെറുതെ ബിഷപ്പ് വെച്ചെടുക്കും. കാരണം ഈ ബിഷപ്പ് ഇവിടെ വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. കാരണം എന്താണ്, വിത്ത് ചെക്കാണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും കാൾസൺ തോക്കും ആ പൊസിഷനിൽ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കൗണ്ടർ പ്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിഷപ്പ് വളരെ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കിയ കാൾസൺ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിന് പോവുകയാണ്. റൂക്കിൻ്റെ വെട്ടുന്നു, റൂക്കിൻ്റെ ബിഷപ്പ് വെച്ചിട്ടു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ഇപ്പോഴും C7 ഒരു പരിഹാരം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, ക്യൂന് ഇവിടെ തൽക്കാലം ഇവിടെ E7 പോയിട്ട് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ പോൺ മുന്നോട്ട് പോകുന്ന ഒരു പേടിയില്ല ഇവിടെ ആനന്ദിന്. കാരണം ഒന്ന് തന്നെ ഇവിടെ C2 ഇവിടെ പ്രൊട്ടക്ഷനായിട്ട് ഇവിടെ ക്യൂവിന് ഇരിക്കുന്നുണ്ട്. പോൺ ടു E6 കളിച്ചിട്ട് നേരെ F7ലേക്ക് ചലഞ്ച് ചെയ്യണം. അപ്പോൾ ഓൾറെഡി റൂക്ക് ഇവിടെ E6 പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്, ക്യൂനും ഉണ്ട്. ഇനി നേരെ കിങ്ങിലേക്കാണ് പണി. അപ്പോൾ ഇവിടെയും ക്യൂന് ഇവിടെ ഒന്നെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇവിടെ പോൺ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. കിങ് F8 ആണ് പോണത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഇവിടെ പോൺ വെച്ച് ഇവിടെ വെട്ടിയാൽ എന്താണ് കുഴപ്പം? ഇവിടെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂക്ക് ഇൻറ്റു E6 ഒന്നും വെട്ടണമെന്നില്ല. അതിന് പകരം വെറുതെ റൂക്കിനെ ഇവിടെ C1ലേക്ക് കൊണ്ടുവന്നാലും മതി. അത് തന്നെയാണ് പിന്നീട് സംഭവിക്കുന്നത്. പക്ഷേ ഒരു മൂവ് ഓർഡർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. പോൺ വെച്ചെടുക്കുന്നതിന് പകരം കിങ്ങിനെ F8 കൊണ്ടുവന്നു. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചെക്ക് തടയാനായിരിക്കാം. പക്ഷേ വെറുതെ റൂക്ക് C1. ഇപ്പോൾ ഓവർലോഡ് വളരെയധികം കൂടുതലായി. ഇവിടെ എന്ത് ചെയ്താലും ഈ C7 ബിഷപ്പിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഒരു പെർഫെക്ച്വൽ ചെക്കോ ഒന്നും തന്നെ ഇവിടെ കാൾസണില്ല. ഒരു തരം കൗണ്ടർ പ്ലേയും ഇല്ല. ഇവിടെ A2 ഒറ്റ മൂവും ഇല്ല ഇവിടെ കാൾസന്. അപ്പോൾ കാൾസൺ ഈ പൊസിഷനിൽ റിസൈൻ ചെയ്യാണ്. കാരണം ഈ റൂക്ക് അടുത്ത മൂവിൽ ഈ ബിഷപ്പിനെ എടുക്കും. ആ ബിഷപ്പ് മാറിക്കഴിഞ്ഞാൽ ഈ റൂക്ക് വീഴും. പിന്നെ ഓൾറെഡി ഒരു എക്സ്ചേഞ്ച് ഡൗൺ ആയ കാൾസന് ഈ പൊസിഷൻ ആനന്ദിനെ പോലെ ഒരു പ്ലെയറിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കാൾസൺ റിസൈൻ ചെയ്യാണ്. അങ്ങനെ ഈ ഗെയിമിന് ശേഷം 1.5 പോയിൻറ്റുമായിട്ട് ഇരുവരും സമനിലയിലായി. അപ്പോൾ വളരെ രസകരമായൊരു ഗെയിമായിരുന്നു ഇത്. ഈ ഗെയിമിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.